വയനാടിന് കേന്ദ്ര സഹായം നിഷേധിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഇടത് വലതു മുന്നണികൾ. ഇതിന്റെ ഭാഗമായി ഈ മാസം 19-ന് വയനാട്ടിൽ LDFും UDFും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിനെതിരെ LDF ഹർത്താൽ ആചരിക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് UDFിന്റെ ഹർത്താൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നുമുള്ള ആവശ്യം നടപ്പാകാതെ വന്നതോടെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്നും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള പണം SDRFിൽ നിന്ന് ഉപയോഗിക്കാമെന്നും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിച്ചിരുന്നു. ഇതോടെയാണ് ഇരുമുന്നണികളും പ്രതിഷേധം ശക്തമാക്കുന്നത്. LDFും UDFും ചൊവ്വാഴ്ച വയനാട് ജില്ലയിൽ ഹർത്താൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അത് എന്ത് ദുരന്തം വന്നാലും കൊടുക്കണം, ഏത് ദുരന്തം വന്നാലും കൊടുക്കണം. അത് അത്യാവശ്യമാണല്ലോ. അത് എടുത്ത് മുഴുവൻ വയനാട്ടിലേക്കുള്ളതാണ് എന്ന് പറയുന്നത് കേന്ദ്രം ഞങ്ങൾ പണം തരാൻ തയ്യാറല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. അത് ക്രൂരമാണ്. ഒരു ജനതയോട് പ്രധാനമന്ത്രി ഒരിക്കലും ഇത്തരം ഒരു വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. ദുരന്തത്തിൽപ്പെട്ട ജനങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 2400 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. ഹൈക്കോടതി ഇടപെട്ടിട്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് ദുരന്തബാധിതരെ സഹായിക്കാനുള്ള മാനുഷികപരമായ നിലപാട് പോലും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. സംയുക്തമായ പ്രതിഷേധത്തിനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയതോടെ വയനാട്ടിലും അതിന് സാധ്യതയില്ല. എന്നാൽ ദുരന്തബാധിതരെ കൂടി ഉൾപ്പെടുത്തി സമരം ശക്തമാക്കാനാണ് ഇരുമുന്നണികളുടെയും തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്.